അപ്പോൾ ബംഗാളിലെ പഴയ CPM നേതാക്കളൊക്കെ കേരളത്തിൽ ഇപ്പോൾ പൊറോട്ട അടിക്കുകയാണെന്ന് ട്രോളായിട്ടൊക്കെ രാഷ്ട്രീയ എതിരാളികൾ പറയാറുണ്ട്. അത് ശരിയാണോ? അതിഥി തൊഴിലാളികളായ ഏതാനും ആളുകൾ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ LDF നയിക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥയ്ക്ക് നൽകുന്ന സ്വീകരണമാണ്. ഇതിൽ CPMന്റെ ബംഗാളിലെ പഴയ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അവരൊക്കെ കേരളത്തിൽ പണിക്ക് വന്നിരിക്കുകയാണ് എന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. മാധ്യമങ്ങൾ ഉൾപ്പെടെ ചില ഘട്ടങ്ങളിൽ അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവരൊക്കെ ഏരിയ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരൊക്കെ ആയിരുന്നെങ്കിൽ അത് CPMനൊരു മുതൽക്കൂട്ടാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന ജാഥ. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിലെത്തിയപ്പോൾ അവിടെ അതിഥി തൊഴിലാളികൾ, നൂറുകണക്കിന് അതിഥി തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ആ ജാഥയെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ CPMന്റെ പഴയ ബംഗാൾ ഘടകത്തിന്റെ ഭാഗമായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പഴയ ജനപ്രതിനിധികൾ, MLA-മാരുൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്ന രീതിയിൽ ഒരു പ്രചരണം ട്രോളായിട്ടാണെങ്കിലും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ പഴയ ഏരിയ സെക്രട്ടറിമാർ കേരളത്തിൽ വന്ന് പൊറോട്ട അടിക്കുന്നു എന്ന ഒരു പരിഹാസ രൂപേണ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് CPM പോലെ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ബംഗാളിൽ നിന്ന് വന്ന് കേരളത്തിൽ പൊറോട്ട അടിക്കുന്നുണ്ടെങ്കിൽ അത് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്ത് പൊറോട്ട അടിയല്ല. കാരണം CPM പോലെ 35 വർഷക്കാലം, 3.5 പതിറ്റാണ്ട് കാലം ഒരു സ്റ്റേറ്റ് ഭരിക്കാൻ സാധ്യമായിട്ടും അവര് പിന്നീട് ഭരണം നഷ്ടപ്പെട്ട് ഒരു സാഹചര്യത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വന്ന് പൊറോട്ട അടിക്കുകയും ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭരണകാലത്ത് അവർ അഴിമതി നടത്തിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. കഴിഞ്ഞ വയനാട് നടന്ന കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ ഒരു പരാമർശം ഇതോടൊപ്പം ചേർത്ത് വായിച്ചാൽ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. കോൺഗ്രസിനെ കുറിച്ച് ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, ഞങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ഭരണം ഇല്ല, അതുകൊണ്ട് പണമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ഭരണങ്ങളെ പണ സമ്പാദനത്തിനുള്ള, ധനസമാഹരണത്തിനുള്ള അവസരമായി, അഴിമതിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയായി കാണുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള ദൈവികമായ ഒരു ആത്മീയമായ ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ പോലും കടന്നു കയറി അഴിമതി നടത്തി അഴിമതിയുടെ ഭാഗമായി ജയിലിൽ പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് CPM പോലെ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ബംഗാളിൽ നിന്ന് വന്നിട്ടാണെങ്കിലും അവരിവിടെ പൊറോട്ട അടിക്കുകയും വാർക്കപ്പണിക്കും അതുപോലെ തന്നെ തോട്ടപ്പണിക്കും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ആ പാർട്ടി അവരെ പരിശീലിപ്പിച്ചത് അഴിമതി രഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, അഴിമതി മുക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഈ പ്രവർത്തനങ്ങൾ. തമാശ രൂപേണയാണെങ്കിലും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് CPM പോലെ ഒരു പാർട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു അഭിനന്ദനമാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.